പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായ സ്തോത്രം. ആയുസ്സിനെയും ആരോഗ്യത്തെയും ദൈവം നീട്ടി ആയുസ്സിൽ കാണാത്തൊരു പുത്തൻ പ്രഭാതം കാണുവാൻ, പുതിയ പുലരി കാണുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയതിന് കർത്താവിനെല്ലാം മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് നന്ദിയോടെ പ്രാർത്ഥനയോടെ ദൈവവചന ധ്യാനത്തോടെ ആരംഭിക്കുവാൻ ഒരു വേദവചനം വായിക്കാം. 34-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 19-ാമത്തെ വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നമുക്കറിയാവുന്നത് സുപരിചിതമായ ഒരു വാക്കാണ്. 34-ാം സങ്കീർത്തനം തന്നെ നമുക്ക് പരിചിതമാണ്. അതിനകത്ത് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുകൊണ്ട് അവൻ്റെ ആ സ്തുതി എപ്പോഴും നാവിന്മേലിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന ഒരു കീർത്തനമാണ്. തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി യഹോവ അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ തുടങ്ങിയ വചനങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്കും പിന്നെ നമുക്ക് കാണാതറിയാനും ഉരുവിടുന്ന വാക്യങ്ങളാണ്. അപ്രകാരം ഒരു വചനമാണ് നാം ഇന്ന് വായിച്ചു കേട്ട വചനം. 19-ാമത്തെ വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഈ നീതിമാനും അനർത്ഥങ്ങൾ അസംഖ്യവും തമ്മിൽ ഒരു ചേരുചേരായ്മയുണ്ട്, ഒരു കോൺട്രഡിക്ഷനുണ്ട്. നമ്മുടെ ഒരു ചിന്താഗതിയിൽ നീതിമാൻ എന്ന് പറഞ്ഞാൽ ഒരു അനർത്ഥവും ഉണ്ടാകരുത്, ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നവൻ. മേളത്തെ വാക്യം പോലെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ദൈവം കൂടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചിന്താഗതിക്കകത്ത് അനർത്ഥം ഉണ്ടാകാത്ത ആളാണ് നീതിമാൻ. അല്ല, അങ്ങനെയല്ല. പക്ഷെ വചനം പറയുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്ന, സംഖ്യയില്ലാതെ എണ്ണാൻ പറ്റാത്ത പോലെ അനർത്ഥമുണ്ട്. അപ്പോൾ ഒരു നീതിമാനായ ഒരു വ്യക്തിയെ നോക്കിയിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒന്നല്ല ഒരുപാട് അനർത്ഥങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ നീതിമാനല്ല എന്നല്ല. ഇയ്യോബിനെ പോലെ ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷിക്കപ്പെടുന്നത് പോലെ വരാം. അതിൻ്റെ അർത്ഥം നീതിമാനല്ല എന്നല്ല, നീതിമാനാണ്. പക്ഷെ എന്തുകൊണ്ടാ ഈ അനർത്ഥം ഇതുപോലെ? ഇത്രയും നീതിമാനായിട്ട് ഈ മനുഷ്യൻ എന്തുകൊണ്ടാ ഇങ്ങനെ അനർത്ഥങ്ങൾ വരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എണ്ണമില്ലാത്ത, ഒന്നിനു പുറകെ ഒന്നായിട്ട് തീരാത്തതുപോലെ 4 വശത്തു നിന്നും പ്രതിസന്ധികൾ, എല്ലാ ഭാഗത്തു നിന്നും ബുദ്ധിമുട്ടുകൾ, ഒരിക്കലും തീരാത്തതുപോലുള്ള വേദനകൾ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. എന്നാ അടുത്ത വചനം പറയുന്നത് എങ്ങനെയാ? അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഈ അനർത്ഥമില്ല എന്നല്ല, അനർത്ഥമില്ലാതെ സ്മൂത്തായിട്ടൊരു പാതയിൽ കൂടെ പോകാന്നല്ല. അനർത്ഥങ്ങളുണ്ട്. പാതയ്ക്കകത്ത് കല്ലും മുള്ളും പഴുതാരയും പാമ്പും ഒക്കെ ഉണ്ടാകുന്ന വഴികളാണ്. പക്ഷെ വചനം പറയുന്നത് അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. ഇതാ കുഞ്ഞെ നിന്റെ പ്രോമിസ്, നിന്റെ വാഗ്ദത്തം ഇതാണ്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എന്നാൽ അവയെല്ലാറ്റിൽ നിന്നും ഒരുപാട് അനർത്ഥമുണ്ടെങ്കിലും അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. ഇതൊന്ന് തിരിച്ചറിഞ്ഞു കുഞ്ഞെ. നീ എന്ത് ഭാരപ്പെടുന്ന, നീ വേദനപ്പെടുന്ന വേദനയ്ക്കകത്ത് ഒത്തിരി ഭാരങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും അവയെല്ലാറ്റിൽ നിന്നും യഹോവ നിന്നെ വിടുവിക്കുമെന്ന്. യഹോവ അവനെ വിടുവിക്കും. അനർത്ഥമില്ലാത്ത വഴിയെ കൂടെ ദൈവത്തിന് തമ്പുരാന് കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? പറ്റും. ഒരു വേദനയില്ലാത്ത വഴിയോട് കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? പറ്റും. ഒരു പോറല് പോലും ഏൽക്കാതെ നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? പറ്റും. പക്ഷേ ഇങ്ങനെയൊരു ചൊല്ലി കേട്ടിട്ടുണ്ട്, ശാന്തമായ കപ്പലിന് ഒരിക്കലും ഒരു നല്ല കപ്പിത്താനെ വാർത്തെടുക്കാൻ പറ്റത്തില്ല. ഒരു നല്ല കപ്പലിന്റെ ക്യാപ്റ്റനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഓളവും തിരമാലയും ഉള്ള ഒരു കടലിന് മാത്രമേ പറ്റുകയുള്ളൂ. കടലിനകത്ത് ഓളവും തിരമാലയാ. കണ്ടു ഭയപ്പെട്ട് നിൽക്കുന്നവനെ ക്യാപ്റ്റനാക്കാൻ കൊള്ളത്തില്ല. ഇവനിപ്പോ പഠിക്കുന്ന സമയത്ത് ഓളവും തിരമാലകളുമുള്ള കടലിനകത്തുകൂടെ പഠിച്ച് അവ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് അതിനിടയ്ക്കൂടെ കപ്പൽ ഓടിക്കുന്ന ഒരു കപ്പിത്താന് മാത്രമേ ഒരു നല്ല കപ്പിത്താൻ എന്ന പേരുണ്ടാവത്തുള്ളൂ. അപ്പൊ ഈ പഠിക്കുന്ന സമയത്ത് ഒരുവന് തിരമാല ഇല്ലാത്ത കടലിലാണ്, കായൽ പോലെ തിരമാല ഇല്ലാത്ത കടലിലാണ് പഠിക്കുന്നെങ്കിൽ അവൻ തിരമാലകളെ ഫേസ് ചെയ്യാൻ ഒരു ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒക്കത്തില്ല. കുഞ്ഞെ, ഇത് നിന്റെ ട്രെയിനിങ് പീരീഡാ.
നിന്നെ കർത്താവ് പഠിപ്പിക്കുക, ഓളമുള്ള തിരമാലകളുള്ള ഓളമുള്ള ഉയർന്നു പൊങ്ങുന്ന തിരമാലകളുള്ള അതിലൂടെ കപ്പൽ ഓടിക്കുന്ന നിന്നെ തീർത്ത് കളയാനല്ല, മറിച്ച് ആ കപ്പൽ ഓടിക്കുന്ന വിധം അറിഞ്ഞ് ഇനിയും ഇതിലും വലിയ തിരമാലകൾ വരുന്ന ആ കപ്പലിൽ നീ തനിയെ ഓടിക്കുമ്പോൾ അതിനെ ഓടിച്ച് മുന്നോട്ട് പോകാൻ, തിരമാലകളെ കീറി മുറിച്ച് തിരമാലകളെ അതേ കാര്യമാക്കാതെ മുന്നോട്ട് പോകാനുള്ള ശക്തി പ്രാപിക്കുന്ന ആ ട്രെയിനിങ് നീ ചെയ്യുന്നത്. ഈ തിരമാല നിന്നെ തകർത്ത് കളയാനല്ല, ഈ വേദന നിന്നെ ഇല്ലാതാക്കാനല്ല, ഈ പ്രതിസന്ധി നിന്നെ ഒഴിവാക്കി കളയാനല്ല, ഈ പ്രതിസന്ധി നിന്നെ ജീവിപ്പിക്കാനാ. ഈ തിരമാല നിന്നെ വളർത്താനാ. ഈ തിരമാല നിന്നെ നല്ല കപ്പിത്താനാക്കി എടുക്കാനാ. ഈ വരുന്ന പ്രതിസന്ധി, ഈ അനർത്ഥം നിന്നെ മാറ്റിയെടുത്ത് നല്ല കർത്താവിന് ശിഷ്യനാക്കി മാറ്റാനാ. ദൈവത്തിന്റെ നല്ല ശിഷ്യനാക്കി മാറ്റാനാ. കർത്താവിനോട് ഏറ്റവും അടുത്തൊരു വ്യക്തിത്വമാക്കി മാറ്റാനാ. നിത്യതയിൽ നിന്റെ കിരീടത്തിൽ കല്ല് പതിപ്പിക്കാനുള്ള ട്രെയിനിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. കുഞ്ഞെ ഒന്ന് വിശ്വസിച്ചേ കുഞ്ഞെ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. ഈ വചനം ഒന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ചേ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, അത് ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണ്. ദൈവജനങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എണ്ണിക്കൂടാതെ വണ്ണം അവർക്ക് തനക്ക് ചുറ്റും വന്ന് നിൽക്കുന്നതിനെ. അതിനപ്പുറത്ത് ദൈവത്തിന്റെ പരിപാലനമുണ്ട്. നീതിമാൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളും, ദുഷ്ടനോ നേരെ ചെന്ന് ചേതപ്പെടും. എത്ര അനർത്ഥം നിനക്ക് വന്നാലും ഈ അനർത്ഥത്തിനകത്ത് നീ പട്ടുപോകയില്ല, നീ തീർന്നു പോകയില്ല. നീയും നിന്റെ തലമുറയും നിന്റെ വീടും നിന്റെ കുടുംബവും അതിനകത്ത് സ്വസ്ഥമായിരിക്കും. കാര്യം, അനർത്ഥത്തിൽ നീ വിടുവിക്കുന്ന ഒരുവനെയാ സേവിക്കുന്നത്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും കൂടാരത്തിനടുക്കുകയില്ല. അനർത്ഥമില്ലെന്നല്ല, അനർത്ഥമുണ്ട്, പക്ഷെ നിനക്ക് ഭവിക്കുകയില്ലെന്നാ പറയുന്നേ. കാരണം നിന്നെ രക്ഷിക്കാൻ ഒരുവൻ നിന്റെ കൂടെയുണ്ട്. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ എന്നാൽ അനർത്ഥം ദുഷ്ടനെ കൊല്ലും, നീതിമാനാണോ അതിൽ നിന്ന് ഒഴിഞ്ഞു പോരും. അനീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നിന്റെ കൂടെയുണ്ട്. ഇത് നീ ഒന്ന് തിരിച്ചറിഞ്ഞേ. ഒരു ദൈവിക പ്രൊട്ടക്ഷൻ ഉണ്ട്, ദൈവത്തിന്റെ കരമുണ്ടെന്ന് ഇന്ന് ആത്മാവിലും തിരിച്ചറിഞ്ഞ് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവെ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നപ്പ. സ്വർഗത്തിന്റെ കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, പക്ഷെ എല്ലാറ്റിൽ നിന്നും വിടുവിക്കും. ഈ വചനം കേൾക്കുമ്പോൾ അനർത്ഥം കണ്ട്, ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും കണ്ട്, 4 വശത്തു നിന്ന് പ്രതിസന്ധിയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അതിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിക്കാൽ സ്തോത്രം. എല്ലാ മാനവമഹത്തോടും എടുക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവ് വിശാലമേറിയ ചിറകടിയിൽ നമ്മളെല്ലാവരെയും മറക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.